എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരേ ഒരു ക്രീം എന്ന് പറയുന്നത് ഇതായിരുന്നു, ഫെയർ ആൻഡ് ലവ്ലി. പക്ഷേ ഇപ്പോഴാണെങ്കിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, സിറം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. അന്ന് ആകെ ഒരേ ഒരു ക്രീമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്, ഒൺലി ഫെയർ ആൻഡ് ലവ്ലി. അതിട്ടുണ്ടായിരുന്നു നമ്മുടെ മേക്കപ്പ് എത്രയും. ഇപ്പം ഒരു ക്രീം പോരാ, ഒരു കുറഞ്ഞത് ഒരു 3-4 അങ്ങനെ കയ്യിൽ വേണം, എന്നാലേ നമുക്കൊത്തിരി മേക്കപ്പ് ഇടാൻ പറ്റത്തുള്ളൂ. രാവിലെ വക്കം പുത്തുന്നത ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് പപ്പായ. നമ്മൾ പപ്പയ്ക്ക എന്ന് പറയും, പിന്നെ ചില സ്ഥലത്ത് എന്തിനാണെന്ന് പറയുന്നത് എനിക്ക് അറിയില്ല. പക്ഷേ എന്ത് നല്ല കളറാണെന്ന് നോക്കി. ഇത് കഴിച്ചാൽ ഫേസൊക്കെ നല്ല ഗ്ലോ വരും കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഞാൻ ഇതൊക്കെയാണ് കഴിക്കുന്നത്. അതാണ് എൻ്റെ നമ്മളെ വീട്ടിൽ ആകെ പപ്പയ്ക്കാണ് എന്നും ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് മധുരം ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്, നല്ല കളറ്. തൊലി ചെത്തിയില്ലേ? ചെത്തിയില്ല, അതങ്ങ് അവിടെ ഇട്. ഇത് ഞാൻ കഴിക്കും. അച്ഛാലും വലിക്ക് പോകുന്നതിനിപ്പോൾ ഞാനെങ്കിലും ആക്കി വെച്ചില്ലേ. ഇത് ഫേസിലിട്ടാലും നല്ലതാണ്, മുഖത്തിടാനും. അമ്മയുടെ കറുപ്പൊക്കെ മാറും. എനിക്ക് ഞാൻ കറുപ്പ് മാറ്റാനുള്ള വേലയുണ്ട്. നിങ്ങൾ തിന്ന് സുന്ദരിയാണ്. ഈ സൗന്ദര്യം പോരെ, സൗന്ദര്യം കൂടിയാലും കുഴപ്പമാണ്. കമ്പിയിൽ എത്ര ഇനി കൊലുത്തിരിക്കും. ബ്രഷ് ഞാൻ പാക്ക് ചെയ്തു. ഇതാണ് ഞാൻ പാത്രം കൊണ്ട് വാടി നമുക്ക് ഇത് കൊണ്ടുപോകാൻ. ഞാൻ തിന്നോണ്ട് ഞാൻ തിന്നല്ലേ. പുട്ടിതാ പോയിന്ന് വെച്ചിട്ടുണ്ട്. പുട്ടിൽ ഒരു ഏത്തപ്പഴം കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പട്ടിയും കൊണ്ടുപോകും. ഒത്തിരി മതിയായിരുന്നു പുട്ട്. ഒത്തിരിയേ ഉള്ളു. നീനൊക്കെ തിന്നാൻ പാടാണല്ലോ. അങ്ങനെ ഞാൻ തിന്നു തീർത്ത് പല്ലൊക്കെ ഇപ്പോൾ മഞ്ഞയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. പിറത്തൊക്കെ ആയി. ഇത് മുഖത്തിട്ടാലും നല്ലതാണ്. പക്ഷേ ഇതിനി ഇനിയിപ്പോൾ ചന്ദനമൊക്കെ മായതുകൊണ്ട് മുഖത്തിടുന്നില്ല. അപ്പോൾ എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ചോദിക്കുന്നവരടുത്ത് ഞാൻ പറയുകയാണ്, പപ്പയ്ക്ക, ചീര എല്ലാം നാടൻ സാധനങ്ങളാണ് ഞാൻ ഇത് ചെയ്യണത്. നമുക്ക് അടുത്ത ടിപ്പ് ഞാൻ പറഞ്ഞുതരാം.